ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വന്നില്ല. ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞാൻ ദാ വന്നു. വീട്ടിലെത്തി. കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒഴിച്ച് മുറ്റമൊക്കെ തൂത്ത് എല്ലാ പണികളൊക്കെ തീർന്ന് വിളക്കൊക്കെ കത്തിച്ച് ചായയൊന്നും ഇട്ട് കുടിച്ചില്ല. വിളക്കൊക്കെ കത്തിച്ച് ഞാൻ വിചാരിച്ച് എന്തായാലും നല്ല ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടിട്ട് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എൻ്റെ ഒരുപാട് കൂട്ടുകാരുടെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഹേമസുധയുടെ വീഡിയോ കണ്ടിട്ട് പക്ഷേ 2 ദിവസമായി കണ്ടിട്ട്, സത്യം തുറന്ന് പറയുക. കാരണം ഇന്നലെ എനിക്ക് കാണാൻ പറ്റിയില്ല, ഇന്ന് കാണണം. പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തെ വിശേഷമെന്ന് പറയുന്നത്, ഇന്ന് ഏതാ നമ്മുടെ കല്യാൺ സിൽസിൽ ഈ കോട്ടൺ മേള നടക്കുന്നു. അങ്ങനെ അവിടെ ബോർഡ് വെച്ചേക്കുന്നാണ്ട് ഉടനെ നടന്നു വന്ന വഴിക്ക് അങ്ങോട്ടൊന്ന് എത്തി നോക്കിയതേ ഉള്ളൂ. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. കാരണം നമ്മളിതെല്ലാം കണ്ടൊക്കെ വയ്ക്കും. 1-ാം തീയതി തൊട്ട് 25-ാം തീയതി, ഈ മാസം 28-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ അത് വരെ സമയമുണ്ട്. കോട്ടൺ മേളയെന്നും പറഞ്ഞ് കയറിയിട്ട് അവിടെ സാരിയുടെ മേളയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒന്നും ആരെയും കണ്ടില്ല. കുറച്ച് 5-6 പേര് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും കണ്ടില്ല. ഞാൻ അതുകൊണ്ട് ഇതുവഴി കയറി അതിലേ പോയി ടോപ്പ് കിടക്കുന്നിടത്ത് നിന്ന് എല്ലാമൊക്കെ ഒന്ന് കണ്ട് ഒരു അല്പസമയം മാത്രം. ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്തില്ല. കാരണം എനിക്ക് കുറച്ച് ജോലികൾ ഇവിടെ ഒന്ന് ചെയ്യാനുണ്ടായിരുന്നു. അത് കാരണം അവിടെ കയറി ആ ടോപ്പൊക്കെ എല്ലാം കൊള്ളാം കേട്ടോ. നല്ല കിടിലുമാണ് ടോപ്പുകൾ. പഴയ വിലയ്ക്കുള്ളത് കിടക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കളറുകളും എല്ലാം കിടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് ഇട്ട് നോക്കി അവിടെ നിന്ന് മേടിക്കാനുള്ള ഒരു സന്ദർഭമല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ആദ്യം ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണല്ലോ പിന്നെ നമ്മൾ പതുക്കെ ചെല്ലുന്നത് വാങ്ങിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ മുമ്പിൽ കൂടെ നടന്നു വരുമ്പം നമുക്ക് അറിയാതെ ഒരു ടെംപ്റ്റേഷൻ മനസ്സിനകത്ത് വരും. അങ്ങനെ എപ്പോഴും വാങ്ങിക്കുന്നതിന് അങ്ങനത്തെ ടെംപ്റ്റേഷൻ വരാനും പാടില്ല. അതുകൊണ്ടാണ് വാങ്ങിക്കാതെ ഇങ്ങ് പോരുന്നത്. അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് തന്നെ വന്നേനെ. എന്നിട്ട് പയ്യെ നടന്നു വന്ന് അവിടെ നിന്ന് ഒരു ബസ് കയറി പോളയത്തോട്ടിലിറങ്ങി. അവിടെ നിന്ന് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് നടക്കണമല്ലോ, വീട്ടിൽ വന്ന് മുറ്റത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ച് അതുവഴി നടന്ന് അങ്ങനെ പോകാം. അന്നേരം നമുക്ക് ഈ വഴിയെ കാണുന്ന ചീര, നല്ല ചീരയൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിക്കാം. പിന്നെ നല്ല മീൻ കിട്ടും, ഫ്രഷ് മീൻ. 3-4 പേര് 2-3 സ്ഥലത്തിരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ആരെടുത്തുനിന്നെങ്കിലും നല്ല മീൻ വാങ്ങിക്കാം. ഇതൊക്കെയാണ് പെണ്ണുങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ. അവർക്ക് രാവിലെ എന്ത് കറി വയ്ക്കണം, ഇനി രാത്രി എന്ത് കഴിക്കാൻ ഉണ്ടാക്കും, ഇനി ഉച്ചയ്ക്ക് എന്തോ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ ലേഡീസിനെ അങ്ങ് അലട്ടും. ഇവരൊക്കെ ജോലിക്ക് പോയാൽ ഇവർക്ക് വീട്ടിൽ വന്നാൽ ഇതൊക്കെയാണ് ചിന്ത. എപ്പോഴും ഇവരുടെ മനസ്സിൽ ഇതൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. അങ്ങനെ നടന്നു വന്നപ്പോൾ ഇന്ന് മീനൊക്കെ ഇരിക്കുന്ന കണ്ടു. പക്ഷേ അത്രയ്ക്ക് പോരാ. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. നല്ല ഫ്രഷ് മീനായിട്ടൊന്നും കണ്ടില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. സാധാരണ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പം അയല സീസണാണ്. നല്ല വലിയ അയല കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. നല്ല ഫ്രഷ് ആണെങ്കിൽ കൊള്ളാം. നമുക്ക് കറി വെച്ചാൽ നല്ല ഉപയോഗിക്കാനൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ നമുക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ പതുക്കെ നടന്ന് ഇങ്ങനെ വന്ന് എന്നിട്ട് ചിന്ത ചെയ്താ മനസ്സിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോ കിട്ടണമല്ലോ, ഏതെങ്കിലുമൊക്കെ. അങ്ങനെ മനസ്സിൽ വിചാരിച്ചും കൊണ്ട് നടന്നു വന്നപ്പം കാണാൻ ഞാൻ വിചാരിച്ച് ഇന്ന് രാത്രി കഴിക്കാൻ ദോശ കഴിക്കാം. തട്ടുകടയിലെ നല്ല ചൂട് ദോശ അങ്ങനെ കിടന്ന് വേവുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ദോശ കഴിക്കണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ എന്നാൾ കടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് കടയാണെന്നറിയാമോ നിങ്ങൾക്ക്? കപ്പ മീൻകറി കട. ആ മടന്നിടയ്ക്കും പോളയത്തോടിനും ഇടയ്ക്ക് ബോർഡ് കാണുമ്പോൾ അറിയാം. എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി കാണിക്കും. ബസ്സിലൊക്കെ ഇല്ല എഴുതി, സ്ഥലങ്ങൾ എഴുതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കണക്ക് ഇങ്ങനെ എഴുതി കാണിക്കും. നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അറിയാം. 2 സൈഡിൽ നിന്നും പോകുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് കാണുമ്പോൾ മനസ്സിലാവും. അവിടെ എല്ലാം ഉണ്ട്. കിഴിപ്പൊറോട്ടയൊക്കെ ഇല്ല വാഴയിലക്കകത്ത് പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. നമ്മൾ ഇത്യാദി ഐറ്റങ്ങളൊന്നും വാങ്ങിക്കത്തില്ല. നമുക്ക് തട്ടുകട ദോശ അല്ലെങ്കിൽ 2 പൊറോട്ട പ്രേമികളാണ് നമ്മൾ മലയാളികളെല്ലാവരും. വല്ലപ്പോഴും 2 പൊറോട്ട കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിന് സമാധാനം കിട്ടത്തില്ല. വല്ലപ്പോഴും 2 പൊറോട്ട കഴിച്ചെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. എന്നും അതങ്ങ്
ശീലമാക്കി അതങ്ങ് കഴിക്കാതിരുന്നാൽ മതി. 2 പൊറോട്ട അതിൻ്റെ കൂടെ ഇച്ചിരി കടലക്കറിയോ ഇച്ചിരി ചിക്കനോ ഒക്കെ കഴിച്ചെന്നും പറഞ്ഞൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നും കഴിക്കരുത്, വല്ല മാസത്തിലൊരിക്കൽ അങ്ങനെ കഴിക്കാവൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കും ഒരാഗ്രഹം വരും, അപ്പോൾ ഞാനത് വാങ്ങിക്കും. അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും നടക്കത്തില്ല. എനിക്ക് കുക്കിങ് ഭയങ്കര മടിയാണ്, എനിക്കിഷ്ടമല്ല കുക്കിങ്. എനിക്കത് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒക്കെ നമ്മൾ ഉണ്ടാക്കും എന്നും പറഞ്ഞ് എനിക്ക് കുക്കിംഗ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കണം, അതൊന്നും എനിക്കിഷ്ടമല്ല. നമുക്ക് രാവിലെ ചോറും കറിയൊക്കെ വെക്കുക, അതോടെ തീർന്നു. അല്ലാതെ ഓരോ ഐറ്റംസ് പരീക്ഷണം അതൊന്നുമില്ല. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഇന്ന് എനിക്ക് ദോശ കഴിക്കണമെന്ന് ആഗ്രഹം വന്ന് അങ്ങനെ ഞാൻ അത് വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് മീനെങ്ങണം ഉണ്ടെങ്കിൽ അതും നോക്കി, ചീര കിട്ടുന്നെങ്കിൽ അതൊക്കെ നോക്കി ചുമ്മാ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് ഒരു എക്സ്പീരിയൻസാണ്. വഴിയെ അപരിചിതരെയൊക്കെ കാണും, കുറേ ആളുകൾ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത് കാണാം. അങ്ങനെ വെറൈറ്റി ആളുകളെ നമുക്കിങ്ങനെ കാണാം. അതൊക്കെ ഒരു സന്തോഷം. നടന്നു വരും വഴിയോര കാഴ്ചകൾ. വീട്ടിൽ വന്നാൽ എന്തുവാ നമുക്ക് ബോറിങ്ങാണ് വീട്ടിലിരിക്കുന്നത്. അന്നേരം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കുറച്ച് കണ്ട് ചുമ്മാ ഇങ്ങനെ നടക്കുക. നമ്മുടെ ശരീരത്തിന് രാവിലെയും വൈകിട്ട് നടക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കുറച്ച് നടന്ന് ഇങ്ങനെ വന്ന് വഴിയോരങ്ങളിൽ വല്ല വീഡിയോ ഒക്കെ വായി നോക്കി നടന്നു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുക, അതൊക്കെ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് വരും. കൊള്ളാവുന്നതൊക്കെ ഇടും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ചെടിക്ക് വെള്ളമെല്ലാം ഒഴിച്ച് പിന്നെ മുറ്റമൊക്കെ തൂത്ത് ബാക്കി പണികളൊക്കെ ചെയ്ത് വിളക്കും കത്തിച്ച് ഇവിടെ ഇരുന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ യൂട്യൂബിൽ ഇടാമെന്ന്. യൂട്യൂബ് എന്നെ തഴഞ്ഞു കളഞ്ഞൊക്കെ എങ്കിലും ഞാൻ വിചാരിച്ചു ഞാൻ വന്നിട്ടിരുന്ന് വീഡിയോ ഇടുമെന്ന്. അങ്ങനെ ഞാൻ ഇടുകയാണ്. വല്ലപ്പോഴും നമ്മളെ കാണുന്ന കൂട്ടുകാർ 1-2 പേരെങ്കിലും കാണും, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് വളരാൻ ഒരു പ്രോത്സാഹനമെന്ന് പറയുന്നത്. നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും ഞങ്ങളുടെ വീഡിയോസ്, എല്ലാവരും വലിയ ചാനലുകാരൊന്നും ആയിരിക്കത്തില്ല, കുഞ്ഞു കുഞ്ഞ് ചാനലുകാരായിരിക്കും, അവരെയും കൂടെ സപ്പോർട്ട് ചെയ്ത് വിടാൻ ഒരു മനസ്സ് എല്ലാ കൂട്ടുകാരും കാണിക്കണം. അങ്ങനെ എന്തായാലും വർഷങ്ങളിങ്ങനെ കടന്നുപോയി. ഞാനിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എൻ്റെ യാത്ര, യൂട്യൂബ് യാത്ര. യൂട്യൂബ് എന്നുള്ള പേരും ചാനലുണ്ടെന്നുള്ള ഒരു സന്തോഷവും മാത്രമാണ് ഉള്ളത്. ഞാൻ ഇങ്ങനെ ചിലതൊക്കെ അങ്ങ് നല്ലതുപോലെ പോകുന്നുണ്ട്. എന്നാലും നമ്മളെ വീഡിയോസൊന്നും കാണാൻ, നമ്മൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങി അതൊക്കെ അങ്ങോട്ട് ഇടാമെങ്കിൽ നല്ല ചാനലിൽ കയറിപ്പോവും. ഇപ്പോൾ തൽക്കാലം അതിനൊന്നും പറ്റിയൊരു സാഹചര്യമല്ല. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഞാൻ വരുന്ന വഴികളും ഞാനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വയ്ക്കുന്നു. കൂടുതൽ എല്ലാ കൂട്ടുകാർക്കും വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ടാറ്റ.